ജിമ്മിലെ ട്രെയിനേഴ്സ് കൊള്ളാത്തതുകൊണ്ട് ജിമ്മ് നിർത്തിയ കുറേ ആൾക്കാരുണ്ട്. ഇവര് വന്നിട്ട് പറയുന്നത് ഞാൻ ഇന്ന ജിമ്മിൽ ഇത്ര നാള് പോയി. എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവ് വരുന്നത് ആ ജിമ്മിനാണ് വരുന്നത്. ഓക്കെ. ഞാനിപ്പോ എല്ലാ ക്ലയന്റും നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ചില ക്ലയന്റ്സിനോട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവും. ഇവരൊന്ന് എവിടെ പോയാലും ഇവർക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നല്ല വേറെ കുറെ ക്ലയന്റ്സുകളുണ്ട്. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ എക്സ്പെക്ടേഷൻസ് ഉള്ള ക്ലയന്റ്സ് ഉണ്ട്. അപ്പൊ ഇവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു ട്രെയിനറിന്റെ കുഴപ്പം തന്നെയാണ്. ഓക്കെ. ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്താനോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയാനല്ല ഞാൻ വരുന്നത്. ഞാനും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പല മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റുകളാണ്, മണ്ടത്തരങ്ങളാണ് എന്ന് മനസ്സിലായത് ഞാൻ ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. നമുക്കൊരു ക്ലയന്റിന് റിസൾട്ട് ഇല്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ക്ലയന്റിന് റിസൾട്ട് കിട്ടാഞ്ഞത്? എവിടാണ് നമുക്കൊരു ഫോൾട്ട് വന്നത്? അത് നമ്മുടെ കുഴപ്പമാണോ ക്ലയന്റിന്റെ കുഴപ്പമാണോ എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈഗോയും കാര്യങ്ങളും മാറ്റി വെക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജിമ്മിൽ വേറെ ട്രെയിനേഴ്സ് കാണും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറെ ആൾക്കാർ കാണും. അവരോട് ചോദിക്കുക. എനിക്ക് ഇന്ന ഇന്ന ഡൗട്ടുകളുണ്ട് എന്ന് ചോദിക്കുക. അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ആക്കുക. ഇമ്പ്രൂവ് ആക്കിയിട്ട് നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഇമ്പ്രൂവ് ആവാം. നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ട സമയത്ത് ഇമ്പ്രൂവ് ആയേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ്. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ക്ലയന്റിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊരിക്കലും പറയല്. നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് ആണ് എങ്കിൽ അത് കൺഫേം ആയിട്ട് നമ്മളത് തിരുത്തിയിരിക്കണം.